ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലേ, എങ്കിലും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള മാവ് വന്നിട്ട് അജ്മിയുടെ അപ്പത്തിനും ഇടിയപ്പത്തിനും യൂസ് ചെയ്യുന്ന മാവാണ്. ഇതൊന്നല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുക, അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ കുഴയ്ക്കുക, അത് ശ്രദ്ധിക്കണേ. നമ്മളിവിടെ ചെയ്തേക്കുന്നത് വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് ഉപ്പും കൂടി ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഉപ്പ് മാവിനകത്തേക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യമേ കുഴയ്ക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഒരു തവി വെച്ച് നന്നായിട്ട് ഇളക്കിയ മാവ് മിക്സ് ചെയ്തതിന് ശേഷം കൈവച്ച് കുഴച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം തിളച്ച വെള്ളത്തിലാണല്ലോ നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നത്. അപ്പോൾ തന്നെ പകുതി ആ മാവ് വെന്തിട്ടുണ്ടായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് പ്രസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് അത് ഈ മാവിൽ തടവിയിട്ട് നമുക്ക് ആ പ്രസ്സറിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇഡ്ഡലിത്തട്ടാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് തേങ്ങ വെക്കുക, അതിനുശേഷം മാവ് പ്രസ് ചെയ്ത് എടുക്കാമേ. ഈ തേങ്ങ വേണമെങ്കിൽ നമുക്ക് ലെയർ ചെയ്തിട്ടും വെക്കാൻ പറ്റും. അതിന് മിഡിൽ പോർഷനിലായിട്ട് കുറച്ചും കൂടെ തേങ്ങ വെച്ചിട്ട് മണ്ടയിൽ ഒന്നും കൂടെ മാവ് പ്രസ് ചെയ്തെടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ അത്യാവശ്യം വെള്ളം ചൂടാവാനായിട്ട് വെക്കുക. ഒത്തിരി വേണ്ട, കാര്യം നമ്മുടെ മാവ് ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പം റെഡി ആയി കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കത് ഇടിയപ്പത്തിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഓട്ടയുള്ള പാത്രമില്ല, അതിൽ വേണമെങ്കിൽ വാഴയില ഇട്ടിട്ട് അതിനകത്തേക്കാണെങ്കിൽ നമുക്ക് ഈ മാവ് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡിയാണ്. ഇടിയപ്പവും ചിക്കൻ സ്റ്റൂവും ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണല്ലോ. നമുക്ക് മോർണിംഗ് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാൻ പറ്റും. ഈവനിങ് ആയിട്ട് ഒരു ഡിന്നറിനൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്കിത് പ്രിഫർ ചെയ്യാവുന്നതാണ്. നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ ആയിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.